ഹലോ, നമ്മൾ പുതിയ ഷർട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് സ്പോഞ്ചിൻ്റെ ഇതുപോലുള്ള ഒരു ലെയർ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ അതൊക്കെ എടുത്ത് കളഞ്ഞാറില്ലേ പതിവ്. അപ്പോൾ നമുക്ക് ഈ സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് ഒരു സൂപ്പറായിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ കുറച്ച് സ്പോഞ്ചുകളാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു അടപ്പോ കുപ്പിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ദേ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ നേർത്ത സ്പോഞ്ചുകളാണ് കേട്ടോ ഇതിനകത്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ പതിയെ വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് വിണ്ടു പോകും. അപ്പോൾ ഞാൻ ദേ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗത്ത് നിന്നും ഇങ്ങനെ അകത്തേക്ക് റൗണ്ടിന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഷേപ്പിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. എൻ്റെ ഭാഗം എത്തുമ്പം കുറച്ച് പോർഷൻ ഇതുപോലെ വച്ചിരിക്കണം കേട്ടോ. അതിനുശേഷം ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിനെ ഈ എൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. ഇങ്ങനെ അകത്തേക്ക് ചുറ്റി കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് പതിയെ ഇത് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കാം. ചുറ്റി ഇതിൻ്റെ മിഡിൽ ഭാഗം എത്തുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആ റൗണ്ട് ഷേപ്പിലുള്ള ആ പോർഷനിലോട്ടാണ് നമ്മൾ ഈ പൂവിനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ തേച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു സ്പോഞ്ച് പൂ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു കളർ പെന്നെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ഷെയ്ഡ് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പിങ്ക് കളർ വെച്ചിട്ടാണ് കേട്ടോ ഒരു ഷെയ്ഡ് കൊടുക്കുന്നത്. അപ്പോൾ സ്പോഞ്ച് പൂവിന് കുറച്ചുകൂടി ഒരു ഭംഗി തോന്നിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പൂ ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കുറച്ച് പൂക്കൾ കൂടി ഉണ്ടാക്കിയെടുക്കാം. ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് സ്പോഞ്ചിനും കൂടി ഞാൻ ഇതുപോലത്തെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു കപ്പാണ് കേട്ടോ. കപ്പില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കുപ്പിയുടെ ഒരു ഭാഗം അങ്ങനെ മുറിച്ചെടുത്താലും മതി. എൻ്റെ കയ്യിൽ ഒരു ഐസ്ക്രീം കപ്പ് ഉണ്ടായിരുന്നേ, ആ ഐസ്ക്രീം കപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് നമുക്ക് ബ്രൗൺ കളർ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഞാൻ എൻ്റെ അക്കഭാഗത്ത് മാത്രമേ അടിച്ചിട്ടുള്ളൂ, പുറത്തൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്ന പേപ്പർ ഉണ്ടല്ലോ, A4 സൈസ് കളർ ഷീറ്റ്, അതിൻ്റെ ഒരു ഗ്രീൻ കളറാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അതായത് ഇതുപോലെ കുറച്ച് കനം കുറച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ പേപ്പർ കപ്പിലേക്ക് ഇനി ഇതിനെ നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഗ്ലൂ തേച്ച് കൊടുത്തതിന് ശേഷം മിഡിൽ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്കൊരു 3 ലെയർ ഒട്ടിച്ചെടുക്കാം.
ഒട്ടിച്ചെടുത്തതിന് ശേഷം മധ്യഭാഗത്തുള്ള ലെയറിന് കുറച്ച് ലെങ്ത് ഇട്ടിട്ട് രണ്ട് സൈഡിലുള്ളത് കുറച്ച് ലെങ്ത് കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പൂക്കൾ നമ്മളിതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇനി അതിനകത്ത് സെയിം ഗ്ലൂ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ പൂക്കളും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ എല്ലാ പൂക്കളും ഇതുപോലെ ലെയർ ഉണ്ടാക്കിയിട്ട് അതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ ഷർട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് കിട്ടുന്ന സ്പോഞ്ചിൻ്റെ ലെയർ വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലുള്ളൊരു വാൾ ഹാങ്ങിങ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. ഇതാണ് കേട്ടോ നമ്മുടെ സ്പോഞ്ച് പൂവിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. താങ്ക്